ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് റെറ്റി ജോബി ദമ്പതികൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും കൂടാതെ മഞ്ജുവിന് വേണ്ടിയും മീരയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. ഹല്ലേലൂയ. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അട്ടപ്പാടി റൂഹ മൗണ്ട് എൻ്റെ പറ്റവിൽ നിന്നാണ് കേട്ടോ. റൂഹ മൗണ്ടിലാണ് ഞാനിപ്പോൾ. അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ആമുഖം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയൊക്കെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. അതുപോലെ മഞ്ജുവിനെ സമർപ്പിക്കാം, മീരയെ സമർപ്പിക്കാം, റോസ് പോളിനെ സമർപ്പിക്കാം, ജോബിനെയും റെറ്റിയെ സമർപ്പിക്കാം, അവിടെ കുടുംബം എല്ലാം സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ യൂട്യൂബ് കണ്ടു പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരുടെ നിയോഗങ്ങളും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മക്കളുടെ വിശ്വാസത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.